നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സജി. ആദ്യം പ്രധാന വാർത്തകൾ. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച BLOമാരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അനുമോദിച്ചു. കണ്ണാറ ക്ലെയർ ജ്യോതി കോൺവെന്റ് സിൽവർ ജൂബിലി വർഷത്തിൽ PG ഡാം ലയൺസ് ക്ലബ് ഭാരവാഹികൾ കസേരകൾ നൽകി. പാണഞ്ചേരി പഞ്ചായത്തിലെ UDF വിമത സ്ഥാനാർത്ഥികളായ ശകുന്തള ഉണ്ണികൃഷ്ണൻ, ബിന്ദു ബിജു എടപ്പാറ എന്നിവരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വാർത്തകൾ തുടരുന്നു. ചേതന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാർഷിക സംഗീത സാംസ്കാരിക മഹോത്സവമായ ചേതനോത്സവ് 2025 നവംബർ 28, 29, 30 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രവർത്തനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച BLOമാരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അനുമോദിച്ചു. എന്യൂമറേഷൻ ഘട്ടത്തിൽ 100% എന്യൂമറേഷൻ ഫോമുകളും വിതരണം ചെയ്ത് സ്വീകരിച്ച് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയ ജില്ലയിലെ 8 BLOമാരെയാണ് അനുമോദിച്ചത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ BLO KS സജീവ്, BLO MN പ്രദീപ്, മണലൂർ നിയോജക മണ്ഡലത്തിലെ BLO CS സജീവ്, ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ BLO K ഗോപകുമാർ, വടക്കാഞ്ചേരിയിൽ BLO ദീപുകുമാർ, ഗുരുവായൂരിൽ BLO അഞ്ജു, ചാലക്കുടി 72 നമ്പറിൽ BLO CS അഖിൽ, പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ PD സെബാസ്റ്റ്യൻ എന്നിവരാണ് ജില്ലയിൽ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയാക്കിയത്. സബ് കളക്ടർ അഖിൽ V മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ K കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി കളക്ടർ RRP വിഭൂഷണൻ, ഡെപ്യൂട്ടി കളക്ടർ LRMC ജ്യോതി, ഡെപ്യൂട്ടി കളക്ടർ LSR മനോജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോം സ്വീകരണവും ഡിജിറ്റലൈസേഷനും പുരോഗമിക്കുകയാണ്. 49%-ലധികം ഫോമുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. 25% ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി. ഫോം പൂരിപ്പിച്ച് തിരികെ നൽകുന്ന വോട്ടർമാരെ ഉൾപ്പെടുത്തി ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രത്യേക ക്യാമ്പുകൾ വരും ദിവസങ്ങളിലും തുടരും. തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. വെളപ്പായ ഓവർബ്രിഡ്ജിനു സമീപം താമസിക്കുന്ന തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും കത്തിയും വടിവാളും ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ തൃശൂർ അഞ്ചേരി ക്രിസ്റ്റഫർ നഗർ പറമ്പിത്തറ വീട്ടിൽ സിജോ, അയ്യന്തോൾ കള്ളിക്കാടൻ വീട്ടിൽ ഡിക്സൺ, വിൽവട്ടം ആലപ്പാട്ട് വീട്ടിൽ തോംസൺ, കുരീച്ചിറ ചേലക്കോട്ടുകര എഡ്വിൻ ബാബു എന്നിവരാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഡിസംബർ 20 സംഭവം. വാഹനങ്ങളിലെത്തിയ സംഘം വടിവാൾ ഉൾപ്പെടെ ആയുധങ്ങളുമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ സിജോ ആണെന്ന് സംശയിക്കുന്നതായി അന്വേഷണ സംഘം അറിയിച്ചു. തൃശൂർ ACP KG സുരേഷിന്റെ നേതൃത്വത്തിൽ സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നുള്ള ശാസ്ത്രീയമായും CCTV കേന്ദ്രീകരിച്ചുമുള്ള അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് ഒല്ലൂർ നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പ്രതികളെ കണ്ടെത്തിയത്. ആക്രമണത്തിനുള്ള കാരണവും മറ്റു വിവരങ്ങളും അന്വേഷിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ പ്രദീപ്, സബ് ഇൻസ്പെക്ടർമാരായ രാജേഷ് R, ഷാജി KM എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കില, കേരള സാഹിത്യ അക്കാദമി എന്നിവയുമായി സഹകരിച്ച് കുടുംബശ്രീ വനിതകൾക്കായി സർഗം 2025 ത്രിദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. കിലയിൽ സംഘടിപ്പിച്ച ശില്പശാല കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കില അസിസ്റ്റന്റ് ഡയറക്ടർ അമൃത KPN അധ്യക്ഷത വഹിച്ചു. സാഹിത്യരംഗത്ത് സ്ത്രീകളുടെ മുന്നേറ്റം അനിവാര്യമാണെന്നും കുടുംബത്തിലും സമൂഹത്തിലും നിലനിൽക്കുന്ന പുരുഷാധിപത്യം ഉൾപ്പെടെ ബഹുമുഖ ആധിപത്യങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് സ്വത്വം തിരിച്ചറിയാൻ കഴിയൂ എന്ന് പ്രൊഫസർ K സച്ചിദാനന്ദൻ പറഞ്ഞു. മലയാള കഥയിലെ നാഴികക്കല്ലുകൾ എന്ന വിഷയത്തിൽ EP രാജഗോപാലൻ ക്ലാസ് നയിച്ചു. എഴുത്തിലെ ലിംഗഭേദങ്ങൾ എന്ന വിഷയത്തിൽ N രാജൻ, വിജയരാജ മല്ലിക, ആദി എന്നിവർ പങ്കെടുത്ത സംവാദവും യാത്രാ വിവരണത്തിന്റെ സാഹിത്യരൂപം, അനുഭവത്തിന്റെ എഴുത്ത് എന്ന വിഷയത്തിൽ KR അജയൻ, രമ്യ S ആനന്ദ് എന്നിവർ പങ്കെടുത്ത പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു. ഡോക്ടർ R ശ്രീലത വർമ്മ, മിഥുൻ കൃഷ്ണ, ഡോക്ടർ CF ജോൺ ജോഫി, രാകേഷ് മുതുതല എന്നിവർ കൃതികളുടെ അവലോകനം നടത്തി. കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ, കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ഡോക്ടർ മിനി പ്രസാദ്, അഭിജിത് K ദീപക്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രസാദ് KK തുടങ്ങിയവർ പങ്കെടുത്തു.
ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ബി.ജെ.പി. നടത്തുന്ന ഒപ്പുശേഖരണം ഉദ്ഘാടനം മുൻ ഡി.ജി.പി. ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ഭക്തരുടെ വികാരം മാനിച്ച് ശക്തമായ നടപടികളിലേക്ക് സർക്കാർ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരള സർക്കാർ പരാജയപ്പെട്ടു. ഭക്തരെ ഉപദ്രവിക്കുകയും തീവ്രവാദികളെ സംരക്ഷിക്കുകയും ചെയ്ത നിലപാടാണ് ഇടതുപക്ഷം കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം M.S. സമ്പൂർണ, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, സെക്രട്ടറി മുരളി കുളങ്ങാട്ട്, മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൾ രാജ എന്നിവർ നേതൃത്വം നൽകി. സിനർജി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയുടെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു. 2000-ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 737 വിദ്യാർത്ഥികൾ വിജയിച്ചു. ഈ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ, സ്കോളർഷിപ്പ് വിതരണം എന്നിവ ജനുവരി 26-ന് ടൗൺ ഹാളിൽ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണാറ ക്ലെയർ ജ്യോതി കോൺവെന്റിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് അവിടെയുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പീച്ചി ഡാം ലയൺസ് ക്ലബ് കസേരകൾ നൽകി. ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലബ് അംഗങ്ങളുടെ സഹകരണത്തോടെ ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണന്റെ പത്നി രാധിക, സോൺ ചെയർപേഴ്സൺ രാജേന്ദ്ര പ്രസാദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ലബ് പ്രസിഡന്റ് കുര്യാക്കോസ് KG-യിൽ നിന്ന് സ്കൂളിന് വേണ്ടി സിസ്റ്റർ നിമ റോസ് കസേരകൾ ഏറ്റുവാങ്ങി. ക്ലബ് സെക്രട്ടറി സനോജ് തോമസ്, ട്രഷറർ സുരേന്ദ്രൻ TV, മുൻ പ്രസിഡന്റുമാരായ ബാബു കൊള്ളന്നൂർ, ഉലഹന്നാൻ ടോം നൈനാൻ, റോയ് K. ദേവസി, കൂടാതെ മെമ്പർ ജോസഫ് മുണ്ടക്കൽ, മറ്റ് ക്ലബ് കുടുംബാംഗങ്ങൾ, സ്കൂൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. അതുപോലെ തന്നെ സെക്രട്ടറി, ട്രഷറർ, മറ്റ് മെമ്പർമാർ, അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള സോൺ ചെയർമാൻ ലയൻ രാജേന്ദ്ര പ്രസാദ്, വൈസ് സ്പോർട്സ് ലയൻ രാധിക, അതർ ലീഡേഴ്സ്, കുട്ടികളെ ഹായ്. സിസ്റ്റർ നിമാറോസ് ഇഷ്ടമല്ലേ? നിമാറോസ് സിസ്റ്ററിന് ഇഷ്ടമല്ലേ? ഒരു ഹായ് പറഞ്ഞേ, സിസ്റ്റർക്ക് ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള കസേര കൊണ്ടുവന്നിട്ടുണ്ട്, ചെയർ. അതെ, ചെയർ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ അത്? ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് പീച്ചി ഡാമിലത്തെ ലയൺസ് ക്ലബിന്റെ മെമ്പർമാർ. ഏത് ക്ലബിന്റെ? ലയൺസ് ക്ലബിന്റെ. അതെ, കറക്റ്റ്, നല്ലൊരു കയ്യടി. ലയൺസ് ക്ലബിന്റെ മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടതിലൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു പ്രൊജക്റ്റാണ് ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ എന്നുള്ളത്. ഒരു ദിവസം നിങ്ങളോടൊക്കെ കൂടെ ഒന്നിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു വലിയ പ്രൊജക്റ്റാണ്. അതിൻ്റെ കോർഡിനേറ്റർ പീതാംബരേട്ടനാണ്. അദ്ദേഹത്തിനെ അറിയിച്ചിരുന്ന ഓക്കെ, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവും. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്ത് ലയൺസ് ക്ലബ് ഓഫ് പീച്ചി ഡാമിന്റെ എല്ലാവർക്കും പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ നിഖ്യ വിശ്വാസ പ്രമാണത്തിന്റെ 1700-ാം വാർഷികം ആരംഭിച്ചു. ഡിസംബർ 14-ന് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ വിളംബരം അറിയിച്ചുകൊണ്ട് വാഹന വിളംബര റാലി നടന്നു. പറവട്ടാനി മാർ അദ്ധായ് ശ്ലീഹ പള്ളിയിൽ നിന്ന് ഇടവക വികാരി ഫാദർ റൂണോ വർഗീസ്, ജാഥ ക്യാപ്റ്റൻ ഫാദർ വിനോദ് തിമോത്തിക്ക് പതാക നൽകി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോളേജ് റോഡ്, സ്വരാജ് റൗണ്ട് കയറി MO റോഡ് വഴി വിളംബര റാലി മാർത്ത് മറിയം വലിയ പള്ളിയിൽ അവസാനിച്ചു. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി പതാക ഏറ്റുവാങ്ങി. നിഖ്യ വിശ്വാസ പ്രമാണത്തിനെ ആസ്പദമാക്കി വിവിധ ഇടവകകളിൽ നിന്നുള്ള ടീമുകളെ ഉൾപ്പെടുത്തി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി അക്കരപ്പുറം അയ്യപ്പ സേവാ സംഘം അന്നദാനം നടത്തിയതിൽ 1500-ഓളം ഭക്തർ അന്നദാനം കഴിച്ചു മടങ്ങി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ
0487-237-2374. Mobile 790-227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. ചേതന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാർഷിക സംഗീത സാംസ്കാരിക മഹോത്സവമായ ചേതനോത്സവ് 2025 നവംബർ 28, 29, 30 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഗീത മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ ഔസേപ്പച്ചനെ ആദരിക്കും. വയലിൻ അധ്യാപകൻ പോൾസൺ ചാലിശ്ശേരിയെ അവാർഡ് നൽകി ആദരിക്കും. KT ഫ്രാൻസിസ്, രാജൻ വി ഫ്രാൻസിസ് എന്നിവർക്ക് ഫാദർ പോൾ അലൻ അവാർഡ്. KT ഫ്രാൻസിസ്, രാജൻ വി ഫ്രാൻസിസ് എന്നിവർക്ക് ഫാദർ പോൾ അലൻ അവാർഡ് ഫോർ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ തോമസ് ചക്കാലമറ്റത്ത്, ഫാദർ ലിൻസ് മേലെപ്പുറം, സജി ആർ നായർ, ജോസ് അരുൺ, ജോൺ മണി എന്നിവർ പങ്കെടുത്തു. ഉപഭോക്തൃ വിധി പ്രകാരമുള്ള 5,95,000 രൂപ നൽകിയില്ല. പ്രവാസി ചിറ്റ് സിൻഡിക്കേറ്റ് MDക്ക് വാറണ്ട്. ഉപഭോക്തൃ വിധി പ്രകാരം നൽകേണ്ട തുകയെ നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് കുറി സ്ഥാപനത്തിന്റെ MDക്കെതിരെ വാറണ്ട് അയക്കാൻ ഉത്തരവായത്. ചാവക്കാട് കറുപ്പം വീട്ടിൽ ഷംസുദ്ദീൻ KV ഫയൽ ചെയ്ത ഹർജിയിലാണ് ഏങ്ങണ്ടിയൂരിലുള്ള പ്രവാസി സിൻഡിക്കേറ്റ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ ഉത്തരവായത്. ഷംസുദ്ദീൻ കുറിപ്രകാരം സംഖ്യ ലഭിക്കാത്തതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ 5,70,000 രൂപയും 12% പലിശയും നഷ്ടപരിഹാരമായി 25,000 രൂപയും നൽകാൻ വിധിയുണ്ടായിരുന്നു. 1 മാസത്തിനുള്ളിൽ വിധി പ്രകാരം സംഖ്യ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഇതുപ്രകാരം സംഖ്യ നൽകിയില്ല. വിധി പാലിക്കാതിരുന്നതിന് എതിർകക്ഷിയെ ശിക്ഷിക്കാൻ ആവശ്യപ്പെട്ട് ഷംസുദ്ദീൻ ഹർജി ഫയൽ ചെയ്തു. വിധി പാലിക്കാതിരുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാനും 1 ലക്ഷം രൂപ പിഴ വിധിക്കാനും ഉപഭോക്തൃ കോടതിക്ക് അധികാരമുണ്ട്. വാദം കേട്ട പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S രാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി പോലീസ് മുഖേന എതിർകക്ഷിക്ക് വാറണ്ട് പുറപ്പെടുവിച്ചു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. ബിന്ദു ബിജുവിനെയും ശകുന്തള ഉണ്ണികൃഷ്ണനെയും പുറത്താക്കി കോൺഗ്രസ്.
പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ശകുന്തള ഉണ്ണികൃഷ്ണനെയും ബിന്ദു ബിജു എടപ്പാറയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതുമായി ബന്ധപ്പെട്ട കത്ത് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിക്ക് കൈമാറി. വിലങ്ങന്നൂർ വാർഡിൽ വാർഡ് കമ്മിറ്റിയിലെ 20 പേരിൽ 17 പേരും അനുകൂലിച്ചിട്ടും മറ്റൊരു വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് ശകുന്തള ഉണ്ണികൃഷ്ണൻ ഇതേ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ജനറൽ വാർഡായ ആൽപ്പാറയിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിന്ദു ബിജു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തൃശൂർ ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായും അതുപോലെ തന്നെ പാണഞ്ചേരി പീച്ചി മണ്ഡലത്തിലെ മണ്ഡലം കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. INDUC ടൂറിസം കോർഡിനേറ്ററിന്റെ അതുപോലെ തന്നെ തൃശൂർ ജില്ലാ INDUC ജനറൽ സെക്രട്ടറിയായും ഇപ്പോൾ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി INDUCയുടെ ഒരു സജീവ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയുമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വ പദവിയിലേക്ക് ഞാൻ എന്താണ് വന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് കോൺഗ്രസ് പാരമ്പര്യമില്ലാതെയോ പ്രവർത്തന മികവില്ലാതെയോ അല്ല. നമ്മൾ കണ്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനനം മുതലുള്ള ഗ്രൂപ്പിസം, അത് ഗാന്ധിജിയുടെ കാലം മുതൽക്കുള്ളതാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ആ ഗ്രൂപ്പിസത്തിനൊക്കെ അതിന്റെ തനതായ വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ അതല്ല. കോൺഗ്രസിന്റെ AICC, KPCC, DCC തുടങ്ങിയ മണ്ഡലങ്ങളിലെത്തി ഇപ്പോൾ വാർഡുകളിൽ കൂടി ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരം വ്യാപിച്ചിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരത്തിന്റെയും കുറെ വ്യക്തി താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ആർക്കും സീറ്റില്ലാത്ത രീതിയിൽ നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പദവിയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി പദവി എടുക്കാൻ തന്നെ കാരണം ഒരു മത്സര രംഗത്ത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. ഒരു മത്സര രംഗത്ത് വരണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും മത്സരിക്കാമായിരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പിസം കണ്ടുമടുത്ത് എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം നല്ലൊരു ജനപ്രതിനിധി ഞങ്ങളുടെ വാർഡിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിലുള്ള കുറെ നല്ല മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്. കുതിരാനിൽ കൈവരിയിൽ തട്ടി ക്ലീനറുടെ കൈയറ്റു. കുതിരാൻ തുരങ്കത്തിനകത്ത് കോഴി കയറ്റി വരികയായിരുന്ന മിനി വാനിന്റെ ക്ലീനറുടെ കൈ തുരങ്കത്തിനകത്തെ കൈവരിയിൽ ഇടിച്ച് അറ്റുപോയി. കൊല്ലങ്കോട് സ്വദേശി സുജിന്റെ ഇടതുകൈയാണ് മുട്ടിന് മുകളിൽ നിന്ന് അറ്റുപോയത്. തുരങ്കത്തിനകത്ത് നിയന്ത്രണം വിട്ട വാഹനം തുരങ്കത്തിന്റെ വശം ചേർന്ന് പോവുകയും ഇയാളുടെ കൈവരിയിൽ ഇടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ സുജിനെ ഒരു ആംബുലൻസിലും കൈ മറ്റൊരു ആംബുലൻസിലുമായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നമ്മുടെ ഈ ടണലിൻ്റെ കൈവരിയിൽ ഇടിച്ചിട്ട് ഒരാളുടെ കൈ തെറിച്ച് പോയതാണ്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ആക്സിഡൻ്റാണ്. അതിൻ്റെ നമ്മൾ തിരിച്ചു വരുന്നതാണ്. ഞാനിവിടുത്തെ ടണലിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 8:00 കൂടിയിട്ട് ഒരു വണ്ടി നമ്മുടെ ഫുട്പാത്തിൻ്റെ ഒരു സൈഡിലോട്ട് ഇടിച്ചു കയറുകയും അതിലുണ്ടായിരുന്ന ആ വ്യക്തി മറ്റേ കൈ പുറത്തോട്ടിടുകയും തുടർന്ന് ഒരു സൈഡ് കട്ടായി പോവുകയാണ് ചെയ്തത്, കൈ അറ്റുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസിനെ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ഹൈവേ പെട്രോളിംഗ് ടീമും ആംബുലൻസും വന്നതിനെ തുടർന്ന് വാഹനം ഒരു ഫോൺ വെച്ച് തിരിച്ച് വാഹനം സേഫായിട്ട് നിർത്തുകയും ആ വ്യക്തിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പാണഞ്ചേരി പഞ്ചായത്തിൽ പയ്യനം 19-ാം വാർഡിൽ സൂര്യജിത്ത് സുരേഷ് വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവം. സ്വന്തം വാർഡിലെ അനിതേച്ചയെ വിജയിപ്പിക്കാൻ ആർട്ട് വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പഠനത്തോടൊപ്പം വിവിധ രീതികളിലുള്ള ആർട്ട് വർക്കുകൾ ചെയ്തു വരുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം ആർട്ട് വർക്ക് പഠനവും തുടരുന്നുണ്ട്. സിനിമാ നടന്മാരുടെയും അഭിനേത്രികളുടെ ചിത്രങ്ങളും ലോഡ് കയറ്റിയ ലോറിയും തുടങ്ങി ഹൃദയസ്പർശിയായ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്ത് വിവിധ കലാപ്രവർത്തനങ്ങളിൽ അംഗീകാരം നേടി. അച്ഛൻ സുരേഷ് കാർപ്പന്റർ തൊഴിലാളിയും ഇടതുപക്ഷ സഹയാത്രികനുമാണ്. അമ്മ സ്മിത, സഹോദരി സാന്ദ്ര. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ തന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ പഠനത്തോടൊപ്പം തുടരുമെന്ന് സൂര്യജിത്ത് പറഞ്ഞു. എൻ്റെ പേര് സൂര്യജിത്ത്. എൻ്റെ സ്ഥലം വരുന്നത് പയ്യനം. എൻ്റെ അച്ഛന് ആശാരിപ്പണിയാണ് ജോലി. അച്ഛൻ്റെ പേര് സുരേഷ്. ഞാനിപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുക. അതിപ്പോൾ ഒരു കോഴ്സ് പോലെ ഞാൻ എടുത്തേക്കുക. പിന്നെ അടുത്ത കൊല്ലം BFAയുടെ എൻട്രൻസിന് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. BFA എന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് കോളേജിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കൊല്ലത്തിന് മേലെയായി ഇപ്പോൾ വെലങ്ങന്നൂർ ഒരു ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു.
മാടക്കത്തറയിലെ ചിറക്കക്കോട് CPIM-ന്റെ ആദ്യകാല നേതാവ് പൂക്കാടൻ വേലായുധൻ ഭാര്യ സരസ്വതി നിര്യാതയായി 85 വയസ്സ്. നിഷ സുകുമാരൻ, രാധാകൃഷ്ണൻ, ഷിജു എന്നിവർ മക്കളാണ്. മരുമക്കൾ രമ്യ രാധാകൃഷ്ണൻ, രമ്യ ഷിജു. സംസ്കാരം മാടക്കത്തറ നിദ്രാലയത്തിൽ നടന്നു. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. സ്ത്രീയെയും ഭർത്താവിനെയും അസഭ്യം പറഞ്ഞ് കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതി റിമാൻഡിൽ. വലപ്പാട് ബീച്ച് സ്വദേശി രാമത്ത് വീട്ടിൽ സനീഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ആയുധ നിയമപ്രകാരമുള്ള കേസിലും മനുഷ്യജീവന് അപകടകരമായ വിധം വാഹനം ഓടിച്ചതിലും ഇയാൾ പ്രതിയാണ്. ബൈക്ക് യാത്രക്കാരനെ അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ബസ് ഡ്രൈവർ റിമാൻഡിലായി. കരൂപ്പടന അറക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് റാഫിയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ മറ്റു സ്റ്റേഷനുകളിലും കേസുകളുണ്ട്. അമിത വേഗതയിലും അശ്രദ്ധമായും വാഹനം ഓടിച്ചതിനും 5 കേസുകളിലടക്കം 6ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 പ്രതികൾ ഇരിങ്ങാലക്കുടയിൽ പിടിയിലായി. മുല്ലശ്ശേരി വീട്ടിൽ പ്രജു, ഇരിങ്ങാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി നാരാട്ടിൽ വീട്ടിൽ പ്രണവ് എന്നിവരെയാണ് പിടികൂടിയത്. കാട്ടൂർ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 2 കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലുമടക്കം 4ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച BLO-മാരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അനുമോദിച്ചു. കണ്ണാറ ക്ലെയർ ജ്യോതി കോൺവെന്റ് സിൽവർ ജൂബിലി വർഷത്തിൽ PG ഡാം ലയൺസ് ക്ലബ് ഭാരവാഹികൾ കസേരകൾ നൽകി. പാണഞ്ചേരി പഞ്ചായത്തിലെ UDF വിമത സ്ഥാനാർത്ഥികളായ ശകുന്തള ഉണ്ണികൃഷ്ണൻ, ബിന്ദു ബിജു എടപ്പാറ എന്നിവരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വാർത്തകൾ തുടരുന്നു. ചേതന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാർഷിക സംഗീത സാംസ്കാരിക മഹോത്സവമായ ചേതനോത്സവ് 2025 നവംബർ 28, 29, 30 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.